ബ്രദറിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവർ വെക്കേഷൻ ഇവിടെ 1 മന്ത് സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അവിടെ വെക്കേഷനാണല്ലോ നാട്ടിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടെ പോകുമ്പോണത് ദുബായ് അമ്പലം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ദുബായ് ടെമ്പിളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മദീനത്ത് ജുമേറ എന്ന് പറഞ്ഞ ഇവിടെ നല്ല ദുബായിലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ദുബായ് അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി കറക്കി എല്ലാം കഴിഞ്ഞ് ദുബായ് മാളിലൊന്ന് കയറി എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ സൂഖ് മദീനത്ത് ജുമേറയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റിങ്ങിന് വരുന്നവർ മാത്രമല്ല, നമ്മുടെ ഇവിടെ UAE പോകാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും, അതേപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ഇത് സൂക്ക് എന്ന് പറയുന്നത് തന്നെ ഇത് പഴയ കാലത്തെ അവരുടെ ബസാറാണ് ഇത്. കാരണം നമ്മൾ വോക്ക് വേയിലൊക്കെ മരങ്ങൾ വെച്ചിട്ടുള്ള വോക്ക് വേ ആണ് കണ്ടാലറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള എല്ലാം വുഡൻ വെച്ചിട്ടുള്ള ഷോപ്സാണ്, കുഞ്ഞു കുഞ്ഞു ഷോപ്സുകളുണ്ട്. അപ്പോൾ ഇവിടെ 50ഓളം റെസ്റ്റോറൻറ്റ്, ബാറ്, അതേപോലെ തന്നെ കടകളും ഇഷ്ടമാതിരി കടകളും ഉണ്ട്. അപ്പോൾ പഴയ കാലത്തെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസും അല്ലാതെ ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള ഐറ്റംസും എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കുറേ ഉണ്ട് കേട്ടോ നടക്കാനായിട്ട്. അപ്പോൾ ഓരോ 3-4 കടകളൊക്കെ കഴിയുമ്പോൾ തന്നെ, ഷോപ്സ് കഴിയുമ്പോൾ തന്നെ ഓരോ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇത് കാണാൻ പറ്റും, റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ തന്നെ മറ്റേ ചെറിയ ചെറിയ കനാൽസും ഉണ്ട് അവിടെ. ഇത് മുകളിലൊക്കെ നല്ല വുഡൻ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. അതേപോലെ പഴയ കാലത്തെ ലൈറ്റ്സ് അങ്ങനെയുള്ളത്. പിന്നെ അവരുടേതായിട്ട് എമറാട്ടികളുടെ ഡ്രസ്സുകൾ, പിന്നെ ഇന്ത്യൻസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇന്ത്യൻസും ഉണ്ട്, അതേപോലെ റെസ്റ്റോറൻറ്റും അങ്ങനെ തന്നെ എല്ലാ രാജ്യക്കാരുടെയും ക്യൂസിൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും പിള്ളേർക്കായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓരോ ഷോപ്പിലും ഓരോ ടൈപ്പ് ഐറ്റംസ് ആട്ടോ വിൽക്കുന്നത്. ഉണ്ട് ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് ആവശ്യമുള്ള ആ രീതിയിലുള്ള പ്രൈസിനും ഉണ്ട് കേട്ടോ. റീസണബിൾ പ്രൈസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 2-3 തവണയൊക്കെ പോയിട്ടുള്ളതാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. കാരണം എന്താ വെച്ചാൽ അധികം റക്ഷും ഇല്ല അവിടെ. പിന്നെ എന്താ പറയുക, ഫോട്ടോ എടുക്കാനായിട്ടും നല്ലൊരു വ്യൂ ആണ്. പിന്നെന്താ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കനാൽസ് ഉണ്ട് ഓരോ സ്ഥലത്തും. അപ്പോൾ വേണമെങ്കിൽ അവിടെ ചെറുതായിട്ടുള്ള ബോട്ടിങ്ങും ഒക്കെ നമുക്ക് നടത്താം. അപ്പോൾ അതേ ഉണ്ട്, നല്ലൊരു വ്യൂ ആണ്. നമുക്ക് മുകളിൽ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കാം. കണ്ട, ഇത് റെസ്റ്റോറൻ്റാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ബുർജ് അൽ അറബിൻ്റെ വ്യൂ നല്ലതായിട്ട് കാണാൻ പറ്റും. ഇവിടെയുള്ള ഹോട്ടൽ ബുർജ് അൽ അറബ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യൂ ഒക്കെ നന്നായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ബുർജ് അൽ അറബ് കാണുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ് കണ്ടോ. ഇവിടെ എല്ലാം എന്താ പറയുക, റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടി കനാൽസ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഷോപ്സും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് കയറി കണ്ടായിരുന്നു. അതേപോലെ പാർക്കിംഗ് സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വേണമെങ്കിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലിഫ്റ്റിൽ വന്നിട്ട്, എനിക്ക് തോന്നുന്നു 3 ഫ്ലോറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം കയറി നമുക്ക് ഇതേപോലെ തന്നെ വ്യൂ എല്ലാം കാണാം. അതേപോലെ തന്നെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതേപോലെ ഫുഡ് കഴിക്കണമെങ്കിൽ ഫുഡ് കഴിക്കാം. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. അപ്പോൾ അതാണിപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചേച്ചിയും അതേപോലെ ഹസ്ബൻഡ്, ബ്രദറിൻ്റെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രദറും കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ആര് വന്നു കഴിഞ്ഞാലും, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന സ്ഥലം കേട്ടോ ഇത് ദുബായിൽ. അപ്പോൾ ദുബായിലൊരു എന്താണ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസാണിത്.
പഴയ കാലത്തിലോട്ട് എന്താ പറയുക പോകുന്ന ആ ഒരു എന്താണ് പോകുന്ന ആ ഒരു ഫീലിംഗാണ് നമുക്ക് വരുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ മട്ടാഞ്ചേരിക്കാർക്ക്, കൊച്ചി മട്ടാഞ്ചേരിയിലുള്ളവർക്ക് ഇതേപോലെ ഒരു സ്ഥലമുണ്ട്, ആ മട്ടാഞ്ചേരി ഭാഗം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇതേപോലെ തന്നെയാണ് പഴയകാല സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഒരു എന്താ പറയുക ഒരു ഓർമ്മ വരും. പിന്നെന്താ, നല്ല കൂളിംഗ് എഫക്റ്റ് ആട്ടോ, ചൂടൊന്നും നമുക്ക് തോന്നുന്നേ ഇല്ല. കാരണം ഫുൾ വുഡൻ്റെ ഇതായതുകൊണ്ട് തന്നെ ആയിരിക്കണം, ചൂടോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നുന്നില്ല. നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലിംഗ് ഉണ്ട്. ഫുൾ കാഴ്ചകളും കണ്ട് നമുക്ക് വോക്ക് വേയിലൂടെ പോകാം. അതേപോലെ കനാൽസ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ കയറി ഒന്ന് ജസ്റ്റ് അവിടെയൊക്കെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഒരു ഹാഫ് ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all the pain. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away, as you fade away. വീഡിയോ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.